ശബരിമല ക്ഷേത്രത്തിലെ ധ്വജസ്തംഭത്തിന്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്മാരായിട്ടുള്ള മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഇവരെല്ലാം ഈ ധ്വജസ്തംഭം കൊടിമരം പുനഃപ്രതിഷ്ഠിക്കുന്ന സമയത്ത് അതിന് സ്വർണം ഭഗവാന് മുന്നിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ സ്വർണം വാങ്ങിയതിലും അത് പിന്നീട് കൈവശം വെച്ചതിലുമൊക്കെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും വലിയ തിരിമറികൾ ഉണ്ടായി എന്നാണ് കോടതി ഉൾപ്പെടെ നിരീക്ഷിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്വർണം സംഭാവന ചെയ്ത ഭക്തരുടെ മൊഴിയെടുത്തുകൊണ്ടുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത്. വിവരങ്ങളുമായി ചേർന്നത് പ്രശാന്ത് ശങ്കരമംഗലത്താണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുരാരി ബാബുവിൻ്റെയും എൻ വാസുവിൻ്റെയും സ്വത്ത് കണ്ടുകെട്ടും. ആദ്യഘട്ടമായി മുഖ്യപ്രതികളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതിനുള്ള നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനും തന്ത്രി കണ്ഠര രാജീവർക്കും മാർച്ച് 4-ന് ഹാജരാകാൻ ED സമൻസ് നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ ജിജീഷ് കരുണാകരൻ തയ്യാറാണ്. ജിജീഷ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തായാലും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ പിടിമുറുക്കുകയാണ്. പ്രധാന പ്രതികളുടെ എല്ലാം സ്വത്തുക്കൾ മരവിപ്പിക്കാനുള്ള നീക്കം ED ആരംഭിച്ചു. ഗൗതം, മുഴുവൻ പ്രതികളുടെയും പ്രധാനപ്പെട്ട കണ്ണികളുടെ എല്ലാം തന്നെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ഒരു നടപടിയിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ആദ്യഘട്ട ചോദ്യം ചെയ്യലുകൾ പൂർത്തിയായി വരുന്നു. ഇതിനിടയിലാണ് ഒപ്പം തന്നെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ഒരു നടപടിയിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നത്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ കേസിന്റെ മുഖ്യ ആസൂത്രകനായി കരുതുന്ന മറ്റു ആളുകളെ എല്ലാം തന്നെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമാണ് സ്വത്തുക്കൾ മാത്രമാണ് 1.3 കോടി രൂപയുടെ സ്വത്തുക്കൾ മാത്രമാണ് നിലവിൽ കണ്ടുകെട്ടിയത്. എന്നാൽ മുരാരി ബാബു, എൻ വാസു അടക്കമുള്ള ആളുകളുടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് എൻ വാസു, ഒപ്പം തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. ഇവരുടെ എല്ലാം സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. ഈ സ്വത്തുക്കൾ ആദ്യം മരവിപ്പിക്കും. അതിനുശേഷം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അനുമതി കൂടി ലഭിക്കുന്നതോടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് മുരാരി ബാബു വലിയ തോതിൽ സ്വത്തുക്കൾ അനധികൃതമായി സമ്പാദിച്ചതായ ഒരു വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് EDക്ക് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ SITയുടെ അന്വേഷണത്തിലും അത് വ്യക്തമായിരുന്നു. വീട് നിർമ്മാണത്തിനടക്കം 2 കോടിയിലധികം രൂപ ചെലവഴിച്ചു. ഇതെല്ലാം മുരാരി ബാബുവിന്റെ വരുമാനത്തിൽ പല മടങ്ങ് വർധനവിൽ ആണ് ചെലവുകൾ നടത്തിയിട്ടുള്ളത് എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ചില സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്ന ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. മുഖ്യ പ്രതികളുടെ നിലവിൽ 15ഓളം പ്രതികളിൽ പ്രധാനപ്പെട്ട കണ്ണികളുടെ എല്ലാം തന്നെ സ്വത്തുക്കൾ അന്വേഷണ സംഘം ആദ്യം മരവിപ്പിക്കും. അത് കേസിന്റെ സ്വാഭാവിക നടപടിയുടെ ഭാഗമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടിയായി ആ സ്വത്തുക്കൾ മുഴുവൻ തന്നെ കണ്ടുകെട്ടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യും. പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുകളിലേക്ക് അന്വേഷണ സംഘം കടക്കാനിരിക്കെയാണ് ഈ സ്വത്ത് കണ്ടുകെട്ടൽ നടക്കുന്നത്. അടുത്ത ആഴ്ച തന്ത്രി കണ്ഠര രാജീവർക്ക് സമൻസ് ഉണ്ട് 4-ാം തീയതി ഹാജരാകുന്നതിന് വേണ്ടി. ഒപ്പം തന്നെയാണ് ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന എൻ വാസുവിനോടും അന്വേഷണ സംഘം അതേ ദിവസം തന്നെ ഹാജരാകാനാണ് നിലവിൽ സമൻസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇരുവരും തമ്മിലുള്ള ബന്ധമടക്കം. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട പ്രതികളുടെ എല്ലാം സ്വത്തുക്കൾ മരവിപ്പിക്കുവാനുള്ള നടപടികൾ EDയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എൻ വാസുവിനും തന്ത്രിക്കും മാർച്ച് 4-ന് ചോദ്യം ചെയ്യലിനായി ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സമൻസും അയച്ചിരിക്കുകയാണ്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങളുമായി ചേർത്ത്.